ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ പറഞ്ഞു, സെക്കൻഡ് വെൽത്ത് മാക്സിമൈസേഷനും പറഞ്ഞു. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ബിസിനസ്സിൻ്റെ മെയിൻ എയിമായ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്, ഫസ്റ്റ് മെയിൻ ഒബ്ജക്റ്റീവിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം, എഫ്എമ്മിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് പറയുന്നത് എന്തായിരുന്നു, വെൽഫെയർ, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ കൂട്ടുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ, ഡിവിഡൻഡ് കൂട്ടണമെങ്കിൽ ആര് കൂടണം, പ്രോഫിറ്റ് കൂടണം എന്ന് പറഞ്ഞു. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ്റെ ബേസ് എന്ത് തന്നെയാണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ. Another objective of FM is to increase the value of the organization. The objectivity is to maximize the long-term market value of the organization. The total value of organization comprises of all the financial assets such as equity, debt, preference shares and warrants. When the value of shares of an organization increases in the market, its total value will increases. ഇപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് വാല്യൂ കൂടുക. മാർക്കറ്റ് വാല്യൂ കൂടുക എന്നാണ് നമ്മൾ ഷെയറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്ത് സെറ്റാണോ മാർക്കറ്റിലുള്ളത് അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക, കൂടുക എന്നുള്ള മീനിങ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ നമ്മളെ വാല്യൂ കൂടുമ്പോൾ, നമ്മളെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റിന് നമ്മളെ സെക്യൂരിറ്റീസിന്, നമ്മളെ ഷെയർ, ഡിബഞ്ചർ, ഇതിനൊക്കെ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുക. അപ്പോഴാണ് നമ്മളെ വാല്യൂ കൂടുക എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ടാവുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മളെ ഫേം എന്തായിരിക്കണം, നല്ലൊരു ഫേം ആയിരിക്കണം. മീൻസ് നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഫേം ആയിരിക്കണം, കസ്റ്റമേഴ്സിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കുന്ന ബിസിനസ് ഫേം ആയിരിക്കണം, എംപ്ലോയീസിനോട് നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കണം, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സിനോട് നല്ല രീതിയിൽ അവർക്ക് നല്ല റിട്ടേൺ കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എന്ത് കൂടും, വാല്യൂ മാക്സിമൈസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ വാല്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ കൂടിയും ആരൊക്കെ വേണം, വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും എന്ത് തന്നെയാണ്, മസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് രണ്ടുണ്ടെങ്കിലേ ആരുണ്ടാവും, വാല്യൂ മാക്സിമൈസേഷൻ ഉണ്ടാവും. ദെൻ വാല്യൂ മാക്സിമൈസേഷൻ ഈസ് സിമിലർ ടു വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് ഫോക്കസ് ഓൺ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഷെയർസ്. ദിസ് ഈസ് ടേൺ മീൻസ് ഇൻക്രീസിങ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ആക്ച്വലി വാല്യൂ മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും സെയിം ആണ്, ഒരേപോലെയാണ്. രണ്ടും മീൻ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടിൻ്റെയും എയിം എന്താണ്, രണ്ടും മീൻ ചെയ്യുന്ന പറയുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് നല്ല റിട്ടേൺ കൊടുക്കുക. ഡിബഞ്ചർ ആണെങ്കിലും ഇക്വിറ്റി ഷെയർ ആണെങ്കിലും ഡെപ്റ്റ് ആണെങ്കിലും ഇവർക്കൊക്കെ പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഇവർക്കൊക്കെ എന്ത് കൂടുക, ഇവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂടുക അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന റിട്ടേൺ കൂടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം വെൽഫെയർ തന്നെയാണ്, വെൽത്ത് തന്നെയാണ്, കസ്റ്റമേഴ്സിൻ്റെ വെൽത്ത് തന്നെയാണ്. അപ്പോൾ മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ദെൻ നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്, ഫിനാൻഷ്യലി നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണെന്നുള്ളതാണ്. ഇനി നോൺ ഫിനാൻഷ്യൽ അല്ലാത്തത്, ഇപ്പോൾ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കുന്നത് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. This is important goal for FM. It is achieved by giving good wages and salaries, healthy safe working condition, good pension scheme, etc. അപ്പോൾ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം, സാലറി, നല്ലൊരു സാലറിയും വേജും വേണം. ഇത് മാത്രം മതിയോ, പോരാ, എന്നും കൂടെ വേണം ഹെൽത്തി സേഫ് വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ അവർക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. അവർക്ക് നമ്മുടെ ഫേമിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ എന്ത് ചെയ്യൂ, നമുക്ക് എംപ്ലോയീസിന് നമ്മളെ ഫേമിലേക്ക് കിട്ടും, അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, നമ്മളെ വേജസ്, സാലറീസ്, ഇതൊക്കെ അവർക്ക് എന്തായിരിക്കണം, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ ഇത് എന്താണ്, ഒരു ഒബ്ജക്റ്റീവാണ്. എന്താണ്, എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനാണ്, രണ്ടാമത്തത് എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. മാനേജേഴ്സ് ആർ the people who actually meet all the objectives of company. So the FM should take care of managers and their needs.
അപ്പോൾ മാനേജേഴ്സാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മാനേജേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഷുഡ് ടേക്ക് കെയർ ഓഫ് ദെയർ നീഡ്സ്. നമ്മൾ നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം. തേർഡ് വൺ, പ്രൊമോട്ട് വെൽ ബീയിങ് ഓഫ് സൊസൈറ്റി. എ കമ്പനി ഈസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ഇറ്റ് ഈസ് റൂട്ടഡ് ഡീപ്പ് ഇൻ ടു ദ സൊസൈറ്റി. ഹെൻസ് ദ FM കനോട്ട് ഇഗ്നോർ ദ സൊസൈറ്റി. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റീൻ്റെ ഉള്ളിലാണ്, അല്ലെ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സറൗണ്ടിങ്സിന് നമ്മൾ എന്ത് ചെയ്യണം, സേഫ് ചെയ്യണം, നമ്മൾ അവരുടെ സേവ് ചെയ്യണം. അപ്പോൾ എന്താണ്, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ, കമ്പനി ഒരു സൊസൈറ്റിയിലുള്ളത് കൊണ്ട് തന്നെ ആ സൊസൈറ്റീനെ എന്ത് ചെയ്യാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ സൊസൈറ്റിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. നെക്സ്റ്റ്, പ്രൊവൈഡ് ഈക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ്. By rendering quality services to customers, it is possible to delight customers. This would help to sustain the existing customers and create new customers. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കസ്റ്റമേഴ്സ് പോവുകയില്ല, നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നല്ലതാണെങ്കിൽ ഞാൻ മറ്റൊരാളോട് കൂടി പറയില്ലേ, ഇന്ന സാധനമുണ്ട്, പ്രോഡക്റ്റ് ഇന്ന ഇത് വാങ്ങിയാൽ മതി, നല്ലതാണ്, ഇന്ന സോപ്പ് ഉപയോഗിച്ചാൽ മതി, നല്ലതാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, പരസ്യത്തിൽ പറയുന്നതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നു വേറൊരു കസ്റ്റമർക്ക്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അത് വാങ്ങി ഉപയോഗിക്കും. സോ ഉള്ള കസ്റ്റമർ പോവുകയില്ല, എന്താണ്, ന്യൂ കസ്റ്റമേഴ്സ് വരികയും ചെയ്യും. അതാണ് എന്ത്, നല്ലൊരു ക്വാളിറ്റി സർവീസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണെന്ത് ഒബ്ജക്റ്റീവ്സ്, നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഇനി പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജേഴ്സ്. മാനേജർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും? നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? ഫിനാൻഷ്യൽ മാനേജറാണ്. അപ്പോൾ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? മാനേജറാണ്. സോ അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന ആരാണ്? അദ്ദേഹമാണ്. റേസിങ് നെസസറി ഫണ്ട്, എപ്പോൾ എന്ത് ആവശ്യം, എത്ര രൂപ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് റേസ് ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. കൺട്രോളിങ് ദ യൂസ് ഓഫ് ഫണ്ടിനെ കൺട്രോൾ ചെയ്യുക. വേണ്ടാണ്ട് വാരിക്കോരി ചിലവാക്കുന്നതിന് പകരം എത്ര ഉപയോഗിക്കാം, ഒരു സമയം എത്ര രൂപ ചിലവാക്കണം, എത്ര രൂപേൻ്റെ പ്രോഡക്റ്റ് വാങ്ങണം, റോ മെറ്റീരിയൽ എത്ര രൂപേൻ്റെ എത്ര സമയത്ത് എങ്ങനെ വാങ്ങണം, ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഫിനാൻഷ്യൽ മാനേജറാണ്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, മുഴുവൻ പ്രോഫിറ്റും കൊടുക്കുകയാണോ അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുക, അപ്പോൾ പ്രോഫിറ്റിന് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്താം. ദെൻ അതർ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊന്നും അല്ലാണ്ട് വേറെയും കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ടു ഓണേഴ്സ്, നമ്മൾ ഇതിൻ്റെ ഓണേഴ്സിനോട് നമ്മൾ എന്താണ്, റെസ്പോൺസിബിളാണ്. അവർക്ക് എന്ത് കൊടുക്കണം? റിപ്പോർട്ട് കൊടുക്കണം, അല്ലേ? എംപ്ലോയീസ്, വർക്കേഴ്സിനോടും റെസ്പോൺസിബിളാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. കസ്റ്റമേഴ്സിന് നമ്മളെന്താണ്, റെസ്പോൺസിബിളാണ്. ദെൻ ലീഗൽ ഒബ്ലിഗേഷൻ, ഇതൊന്നും അല്ലാണ്ട് എന്തുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. ഒക്കെ ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ്. ഇതെന്ത് ചെയ്യുക, നോട്ടിലേക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് തിയറിയാണ്. നമ്മളെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച് വെക്കണം. താങ്ക് യു.